ഹലോ. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറിയപ്പോ നിങ്ങക്ക് ഏകദേശം മനസ്സിലായിട്ടോ നമ്മള് ട്രിവാൻഡ്രത്തെത്തി. ഇന്ന് രാവിലെ ട്രെയിൻ കയറി എത്തിയതാണ്. ചാലഞ്ചിനെ പറ്റി കാര്യങ്ങളും ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല സംഭവം എനിക്ക് അറിയാം. അതിന് മുന്നേ നമുക്കൊരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാൻ പോയിണ്ടായോ. ചായ കുടിക്കാൻ പോയപ്പോ ഭയങ്കര ചൂട് കാരണം ചായ കുടിക്കാൻ തോന്നിയില്ല. നമുക്ക് വേറെ ലൈം എങ്ങനെ കുടിക്കാന്ന് ചോദിച്ചു. അപ്പൊ തൊട്ടടുത്തൊരു ബേക്കറി പോയപ്പോ ഈ സാധനം കിട്ടി. ഈ ഫ്രൂട്ട്കാന്ന് പറഞ്ഞൊരു സാധനം, നമ്മളെ പണ്ടത്തെ ഗോലി സോഡ സാധനമില്ലേ, അതുപോലെ സാധനം തന്നെ. അകത്ത് അവിടെ അരീസ് എന്നവിടെ പറയാറ്, ഞാനൊക്കെ അങ്ങനെ പറയാം, ഞങ്ങളുടെ നാട്ടിലെങ്ങനെ പറയാറ്, നിങ്ങളെന്താ പറയാന്ന് എനിക്ക് അറിയില്ല. അതിൻ്റെ അകത്ത് കണ്ടിട്ട് ഒറിജിനലാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിലിങ്ങനെ എഴുതിയേക്കണ് ഡു നോട്ട് ഡു നോട്ട് ഓപ്പൺ ദ ക്യാപ്പ്. ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അപ്പൊ ഒന്ന് പൊളിച്ചോക്കാന്ന് വിചാരിച്ചു. ഇതിന്റെ അകത്തുള്ള അരീഷ്കായ ഒറിജിനലാണെന്നൊക്കെ അറിയാന്ന് വിചാരിച്ചു. അപ്പൊ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കിയിട്ട് നമുക്ക് നോക്കട്ടെ. ഞാനൊരു കത്തി കൊന്നുണ്ട്. കത്തി മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ഒന്നും ഇല്ല. കത്തി വെച്ച് നമുക്ക് മുറിക്കാൻ പറ്റാൻ നോക്കട്ടെ. ആ അപ്പൊ നിങ്ങൾ ആലോചിക്കും നിങ്ങൾക്ക് ഇത് തുറന്നുകൂടെ. ഞാൻ തുറക്കാൻ പറ്റില്ല. വേണമെങ്കിൽ കാണിച്ചു തരാം. കണ്ട ഈ സാധനം മുകളിലത്തെ എന്താ ക്യാപ്പ് തുറക്കാൻ പറ്റില്ല. നമുക്ക് ഒന്നില്ലെങ്കിൽ ആ ക്യാപ്പ് മുറിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മുറിക്കാൻ ഞാൻ ആലോചിക്കണേ. നോട്ടെ. യെസ്, മിഷൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. അരീസ് കൈ കിട്ടാതെ ഓട്ടേട്ടാ. ഇത് ഒറിജിനലാന്ന് തോന്നുന്നു. ഒറിജിനലാണ്. ഒറിജിനലാ. അപ്പൊ ഒരു അരീസ് കായ കിട്ടി 20 രൂപയ്ക്ക് ഇതും കിട്ടി, ഒരു അരീസ് കായും കിട്ടി. പിന്നെ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യില്ല അധികം വാങ്ങാനായിട്ട്. കാരണം ഇതിന്റെ ലേബല് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. എനിക്കറിയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് നോക്കാം. ക്ലിയർ ആയി തോന്നുന്നു എനിക്ക്. ഇതില് ഇൻഗ്രീഡിയൻസ് ശരിക്കും FSSAIയുടെ നിയമപ്രകാരം നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതലുള്ള ഇൻഗ്രീഡിയന്റ് ലിസ്റ്റാണ് ആദ്യം വെക്കേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ ജ്യൂസ് നമ്മളൊക്കെ വാങ്ങണമെങ്കിൽ മിക്കവാറും അതിൽ വെള്ളമായിരിക്കും, ഏറ്റവും കൂടുതൽ വെള്ളം. പിന്നെ അതിന് ശേഷം ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് നമ്മളൊക്കെ ആയിരിക്കും, കുറെ ജ്യൂസുകൾ പരിപാടികളൊക്കെ. പക്ഷെ ഞാൻ ഇത് നോക്കിയപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് അസിഡിറ്റി റെഗുലേറ്ററാ. അത് ശരിക്കും FSSAI നിയമപ്രകാരം ആണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ അസിഡിറ്റി റെഗുലേറ്റർ ആണ്. അപ്പൊ അങ്ങനത്തെ സംഭവം കഴിക്കാൻ പാടില്ല. ഞാനും കണ്ടപ്പോ എനിക്ക് ഡൗട്ടായി കഴിക്കണം എന്നുള്ള രീതി. പിന്നെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വാങ്ങിച്ച് കുടിച്ചു നോക്കിയതാണ്. കുടിച്ചപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ടോണിക്കിന്റെ ഒരു ടേസ്റ്റ് പോലെയായിരുന്നു. കുഴപ്പമില്ല, വൺ ടൈം ട്രൈ ചെയ്യുള്ളൂ. പക്ഷെ ഇത് നല്ലതല്ല നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്നൊന്നും. അപ്പോ നിങ്ങൾ നോക്കി നോക്ക്. 20 രൂപയ്ക്ക് ജ്യൂസും കിട്ടും, അരീഷ്കായും കിട്ടും. ഡെയിലി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനായിട്ട്. എനിക്ക് ഡൗട്ട് ഉണ്ടായി ഇത് ഒറിജിനൽ എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് അപ്പൊ കണ്ടന്റ് എടുക്കാന്നുള്ള രീതിയിൽ. ഓക്കെ, നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് വരാം. നമ്മുടെ ചാലഞ്ചിലേക്ക് തിരിച്ചു പോവാം. വാ. ഇന്നലെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് സ്ഥിരം കാര്യം തന്നെ, തിരക്കായി പോയി ഭയങ്കരമായിട്ട്. പിന്നെ ഇന്ന് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരണ എൻ്റെ രാവിലെ അതിൻ്റെ ഒരു തിരക്കായി പോയി. അപ്പോൾ ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങിലും പരിപാടിയൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമുക്ക് ഇന്നലത്തെ ഇവിടെ കമ്പൽ ചെയ്തിടാം. പിന്നെ വേറൊരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നലെ എനിക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഫുള്ള് തറവാട്ടിലും അങ്ങനെ പരിപാടി അമ്മൂട്ടിലൊക്കെ പോയി അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നോട്ടെ. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇപ്പോ ഞാൻ ജേർണലിംഗ് ചെയ്തിട്ടുണ്ട്. ജേർണലിംഗ് വരുന്ന വഴിക്ക് നമ്മൾ ട്രെയിനിൽ വെച്ച് ചെയ്തത്. ബുക്ക് ഉണ്ടായില്ല, ഫോണിൽ തന്നെ ചെയ്തത്. ബാക്കി ബുക്ക് നമ്മൾ ഉച്ചയ്ക്ക് കുറച്ചു നേരം വായിച്ചായിരുന്നു. ബുക്ക് 20 കഴിഞ്ഞിട്ടില്ല, 20 നമുക്കിനി കംപ്ലീറ്റ് ചെയ്യണം. മെഡിറ്റേഷൻ വർക്കൗട്ടാണ് ബാക്കിയുള്ളത്. അപ്പോൾ ബാക്കി ഓരോന്നിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഓക്കെ, ശരി.